ആദരിക്കുന്നു. ശ്രീ കല്യാണരാമൻ അവരുടെയും ശ്രീ പട്ടാഭിരാമൻ അവരുടെയും ആദരിച്ചതിന് സ്വാമിയേ ഒരു 2 മിനിറ്റ് 27ാമത്തെ ശാസ്താപ്രതിയാണ് കണ്ടിന്യൂസ ഇന്നേക്ക് നടക്കുന്നത്. 27 വർഷം പിന്നാലെ ഞാനെന്നെങ്കിൽ പെർമനന്റ് മൃദംഗിസ്റ്റായിരുന്നത് ശ്രീഹരി ഭജന സംഘം ശങ്കർറാം കൃഷ്ണമൂർത്തിയമ്മ. അപ്പോൾ അവിടെ ഞാൻ നിറയെ ഇന്ത്യയിലെ നിറയെ സ്റ്റേറ്റിലെ ശാസ്ത്രാപ്രതിക്ക് ഞാൻ മൃദംഗം വായിച്ചിട്ടുണ്ട്. അപ്പോൾ CD കാസറ്റ് എല്ലാത്തിലും ഞാൻ എന്താ മൃദംഗം വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിറയെ ഒരു 10-60 ശാസ്ത്രാപ്രതി ഒരു 3 മാസത്തിലെ നടത്തുമോ അന്നത്തെ കാലത്തിൽ. അപ്പോൾ അന്നേക്ക് കൽക്കട്ട ബാലുമാമ പെരിയ ഗുരുസ്വാമി, പെരുമ്പാവൂർ രാമനാഥബാബു, നമ്മ ചെല്ലപ്പള്ളി കൃഷ്ണയ്യർ, ഞങ്ങളൊരു ടീമാ പോകും. VG കൃഷ്ണൻ തൃക്കൂരിലെ ശാസ്ത്രാപ്രതി നടന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്യർ അന്നേക്ക് ചൊല്ലാൻ അവർ പെരിയൊരു ഗുരുസ്വാമിയാക്കും. അവർ എത്ര പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിരിക്കായിരുന്നു അവർക്ക് തിരിയാണ്. ചെല്ലപ്പിള്ളയുടെ സ്ഥാനം എങ്ക ശാസ്ത്രാപ്രതി, ഇപ്പൊ കൊച്ചി ശാസ്ത്രാപ്രതി ആയാലും ആലപ്പുഴ ആയാലും തൃക്കൂറിലായാലും എങ്ക ശാസ്ത്രാപ്രതി, അവര് അഴുത ശാസ്ത്രാപ്രതി, കൊമ്പ ശാസ്ത്രാപ്രതി, അതെല്ലാം അവർക്ക് ചെല്ലപ്പിള്ളയോട് സ്ഥാനമുള്ള പെരിയൊരു ഗുരുസ്വാമിയായിരുന്ന കൃഷ്ണയ്യർ. എനിക്ക് പല ആൾക്കാർ പഴയ ആൾക്കാർക്ക് தெரியும். നമ്മൾ KSR മാമാത്തിൽ തൊട്ടടുത്താണ്. ഇപ്പം അത് ഫ്ലാറ്റ് അയച്ച് அங்கே இருந்தார். அவர் தங்கம் பிக்டர்ஸோடு ஏஜென்ட் அங்கே இருந்தார். நம்ம கிராமத்திலேயே நிறைய வருஷம், நம்ம சாஸ்திராபதிக்கும் நிறைய வருஷம் സ്ഥാനം എടുത്തിരിക്കാറ്. അപ്പൊ അവരന്നേക്ക് ചൊന്നാൽ പഴയ കാലത്തിലെ രാമരകോവിലെ ശാസ്താപ്രതി നടന്നിട്ടിരുന്നത് പിന്നെ ഒന്ന് എപ്പോഴും നിന്നു പോച്ച്. അപ്പൊ നമ്മൾ എങ്കെല്ലാമോ പോയി ശാസ്താപ്രതി പண்றோம். അപ്പൊ നമുക്ക് നമ്മ രാമരകോവിലെ ഒരു ശാസ്താപ്രതി തുടങ്ങി വെക്കലാമ എന്ന് കേട്ടാൽ എങ്ങനെയൊക്കെ കേട്ടാൽ ഞാനപ്പോൾ അന്നേ കൃഷ്ണമൂർത്തിയമ്മൊന്നും ഇല്ലേ. അപ്പൊ ഗ്രാമത്തിലുള്ള കാര്യം എങ്ങനെ കേട്ടാൽ അപ്പൊ ഞാൻ ചില കുട്ടികളുടെ കേൾക്കണേ അവളോട് ഇൻട്രസ്റ്റില്ല നമുക്ക് തുറക്കാൻ തന്നെ തുറക്കില്ല. അന്നെങ്കിൽ വേണുമാധവ ശർമ്മ ഹൈദരാബാദിലെ വലിയ ഗുരുസ്വാമി അവരും ഇരുന്നത്. അപ്പൊ കൃഷ്ണമൂർത്തിയമ്മ ചൊല്ലാൻ ഈ തുറക്കറിയാണ് ഞങ്ങൾ ശാസ്താപ്രതിക്ക് ഒക്കെ വർക്കൊക്കെ തയ്യാറാക്കും, എങ്കിൽ പൈസ ഒന്നും വേണ്ട. വേണുമാധവ ശർമ്മാവും ചൊല്ലാൻ അപ്പടി 27 വർഷം പിന്നാലെ ഗ്രാമത്തിലുള്ള കുട്ടികളോട് താല്പര്യത്തിൽ തുടങ്ങി വെച്ചതായിട്ടും എന്റെ ശാസ്താപ്രതി. ഇതുവരെ അതൊക്കെ ഒരു മുടക്കവും വന്നിട്ടുള്ള അയ്യപ്പനോട് അനുഗ്രഹത്തില്ല. കൃഷ്ണയ്യർ ഇരിക്കത്തെ എല്ലാ വർഷവും വലിയ സ്ഥാനത്തിലൊക്കെ അവർ പിള്ളേ നമ്മൾക്ക് പോയച്ച് അവരോട് പിള്ളേ മോഹൻ വൃന്ദൻ KSR മാമാത്തിന്റെ അടുത്താത്തില് മോഹനോട് പൊണ്ണ് അർച്ചനാങ്കി വന്നിരിക്കാം പാമ്പളയം രാമകൃഷ്ണൻ. 2 വർഷം പിന്നാലെ ശാസ്താപ്രതിക്ക് വരവുപാട്ട് പാടത്തിന് പിന്നാടി നമുക്ക് കൃഷ്ണമൂർത്തി അമ്മ ചൊല്ലാൻ വരവുപാട്ട് പാടത്ത് നമുക്ക് മനസ്സിലെ എന്തെല്ലാം കവലയുണ്ടോ അതൊക്കെ ഏതാ നടക്കണമെന്ന് അയ്യപ്പനെ പ്രാർത്ഥിച്ചാൽ കണ്ടിപ്പാതെ നടത്തി തരുമെന്ന് ചൊല്ലിട്ട് കൃഷ്ണമൂർത്തി അമ്മ ചൊല്ലപ്പോൾ അന്ന് സമയത്തില് അവൾ ഒരു കാര്യം മനസ്സിൽ വേണ്ടിയതാണ്. ഇത് നടന്നാൽ എന്റെ അയ്യപ്പനക്ക് ഞാനൊരു വെള്ളിക്കെട്ടിന് മുദ്രവടി എന്നോട് വരെ സ്വാമിക്ക് ഞാൻ കൊടുക്കണം. അനാ അന്ന് അവൾ നേർന്ന് 6 മാസത്തില് അവൾ നേർന്ന കാര്യം നടന്നത്. അതൊക്കെ നമ്മ അയ്യപ്പൻ ശ്രീരാമനമാരിയെ എന്റെ അയ്യപ്പനും ശിവനുമല്ല അത്രയും പവർഫുൾ, പിന്നെ അത്രയും നല്ല പൂജ എനിക്ക് നടക്കുന്നത്, അത്രയും നല്ല കാര്യങ്ങൾ എനിക്ക് നടക്കുന്നത്. എന്നാൽ ലാസ്റ്റ് ഇയർ അവൾക്ക് ചില കാരണങ്ങളാൽ അന്ന് മുദ്രയോടി എനിക്ക് സമർപ്പിക്കാൻ വഴിയല്ലേ. ഇന്ന വർഷം അവൾ മുന്നാടിയെ ചൊല്ലി എന്നിട്ട് 3 മാസം പിന്നാലെ കേട്ടോ ചൊല്ല അമ്മ നീങ്ങളൊക്കെ അത് തുടങ്ങി വെച്ചാൽ അപ്പൊ എനിക്ക് താത്താവ് അവൾക്ക് തിരിയും. താത്താവ് അനുഗ്രഹത്തില് എനിക്കത്തെ കാര്യം നടന്നതിനാല് എന്താ മുദ്രവടി എനിക്കൊന്ന് സമർപ്പിക്കണം. ശാസ്താപ്രതി എന്തെങ്കിൽ എന്താ വരവുപാട്ടൊക്കെ പിന്നാടി എനിക്കതൊന്ന് എനിക്ക് കൊടുക്കണം ജോലി എനിക്കതൊന്ന് പേശിയിരുന്ന. അപ്പൊ അവൾ നീ എന്ന മുദ്രവടി എനിക്ക് തന്നിരിക്കാം.
அந்த முதிரவடி இன்னைக்கு எல்லாருக்கும் வேண்டி எல்லாருக்கும் பின்னால இந்த கமிட்டிக்கு வேண்டி நம்மளுக்கு ஹேண்ட் ஓவர் பண்றோம். இன்னைக்கு நம்ம குருசுவாமி சந்திரசேகர மாமாட்ட இன்னைக்கு அவள் കൊടുക്കും இந்த മുദ്രവടിയെ നമ്മ അയ്യപ്പൻ്റെ இன்னைக்கு വെപ്പാ. അത് കഴിഞ്ഞ് ഇന്നത്തെ നിയമപ്രകാരം കമ്മിറ്റിയായിട്ട് പേശിയിട്ട് ശങ്കരത്തെ പേശിയിരിക്കെ നമ്മ അയ്യപ്പനക്ക് എന്താ മുദ്രവടി സ്ഥിരമാ വെക്കാറത്തുള്ളത് പറ്റുമാ ഇല്ല பார்த்துட்டு நம்ம സ്വാമി അയ്യപ്പനക്ക് വന്ന് അത്രയും പവർഫുള്ളാണ് അതാകുന്ന മുദ്രവടി. നമ്മൾ ശബരിമലയിലെ പറഞ്ഞാലും ഏത് പഴയ ഗുരുസ്വാമിമാരുടെ 3 4 മുദ്രവടി കിട്ടും. இந்த വെള്ളി കെട്ടിന മുദ്രവടി അത് സാക്ഷാൽ അയ്യപ്പനമായിരുന്ന നമ്മ കൃഷ്ണമൂർത്തി മാത്രമേ ഉള്ളൂ മുദ്രവടി. അവർ ജടയുടയാർ ഫാമിലി ആയിരുന്നു. അത് തലമുറയിൽ പെട്ടവരൊക്കെ അവർ ഡെയിലി മുദ്രവടിക്ക് അത് മൂലമന്ത്രം ജപിച്ച് പൂജ പണിയിട്ട് വെളിയിലിറങ്ങുക. അതായത് ചന്ദ്രശേഖര മാമ എല്ലാവരും പഴയ ഗുരുസ്വാമിമാരെല്ലാവരും കൃഷ്ണയാറ്റേ വരുന്നത് അവർ വലിയ ഗുരുസ്വാമിയായിരുന്നത്. ഇന്നേക്ക് ഇന്ന് നല്ലൊരു സന്ദർഭത്തില് അവൾ അത് നേർന്ന് നടന്നതിനാല് നമ്മ സാക്ഷാൽ അയ്യപ്പനോട് പിന്നാലെ അവൾ എന്നിട്ട് അവിടെ കൊടുക്കണം വലിയൊരു ആശയം തന്നെ എന്നിട്ട് അവളെ കൊടുത്തിരിക്കാം. അപ്പൊ അവിടെ രാമകൃഷ്ണൻ ഇരിക്കാൻ നോട് അവ രണ്ടുപേരെയും ഞാൻ ഇരിക്കുക പറയാം. ഇതൊരു ഉദാഹരണമാകും. ആർക്ക് എന്നെ മനസ്സിലെ എന്നെ എതിർന്നാലും വരവ് പാട്ട് സമയത്ത് അയ്യപ്പനെ നന്നാ പ്രയപ്പെടുമ്പോൾ തീർച്ചയായും നടക്കും. അത് പ്രത്യക്ഷമാക്കും. അതിനോട് മെയിൻ പ്രത്യക്ഷമാക്കും ഇപ്പം നടന്നത്. അത് ശങ്കരന്റെ ചന്ദ്രശേഖര മാമ ഒഫീഷ്യല കൊടുക്കറ. ഇനി വരവ് പാട്ടാക്കും. അത് കഴിഞ്ഞ് അതിന് പിന്നാലെ ഒരു പാട്ട് പാടിയിട്ട് വരവ് പാട്ട് കണ്ടിന്യൂ വണ്ടി ഭജന കൊഞ്ചം നിൽക്കും. വരവ് പാട്ട് കഴിഞ്ഞ് ശാസ്താപ്രതിയിലെ പ്രധാന വരവ് പാട്ട് അന്നദാനം. അന്നദാനം തുടങ്ങിയ കാലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും தெரியும். നമ്മളോട് രാമകൃഷ്ണ പട്ടാഭിണ്ണാക്കും സ്പോൺസർ പണി എത്ര പേര് വന്നാണ് വാളപ്പുള്ള അന്നദാനം അവരായിട്ട് ചേരാൻ തുടങ്ങിയ കാലത്തിലേക്ക് ഇന്ന് വരെ അവരുടെ അന്നദാനം പണിയിട്ടിരിക്കുക. ചാപ്പാട് നന്ന ടേസ്റ്റിയ മറവാൾക്കെല്ലാം ഒന്നും കുറയില്ലാമോ നടത്തണമാണ് ഭഗവാനുള്ള അനുഗ്രഹത്തിൽ. എന്താ ചമയക്കാരനൊക്കെ ഭഗവാനുള്ള അനുഗ്രഹമാണ്. നമ്മ കുമ്പളങ്ങാട് ഗണേശൻ അവർ കുമ്പളക്കാരാക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ എടുക്കാൻ അവരാക്കും ദോഷം ചമച്ചിട്ട് എടുക്കാൻ ரொம்ப திருப்தியா எல்லாருக்கும் பண்ணி தரேன். அவரை ചെയ്തപ്പോഴേക്ക് പട്ടാഭിണ്ണ ഓർമ്മ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാമിയേ അവരോട് കയ്യോട് എന്നൊരു ടേസ്റ്റ് ആക്കും. ഇന്നേക്ക് ടോട്ടലി നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞ ചാപ്പുറത്തുള്ള സാറ്റിസ്ഫാക്ഷൻ എല്ലായിടത്തിലെയും ശനിക്കിഴമ ശാസ്താപ്രതി പണ്ണുവാ. സൺഡേ അവിടുത്തെ ശാസ്താപൂജ. ഡിസംബർ 25 ബോംബെയിലെ ഒരുവിധം എല്ലായിടത്തിലെയും അമ്മയില് ദുബായില് ശാസ്താപ്രതി നടക്കുന്നത്. അതിലെല്ലാം ഞങ്ങൾക്ക് പോയി പാടിയിട്ട് അറിയാം. അപ്പൊ ഇങ്ങ വർക്കിംഗ് വെച്ചാൽ ചാപ്പുറത്തേക്ക് എല്ലാവർക്കും വര മുടിയാതെ അന്നദാനത്തിനൊക്കെ ഇതിലെ പ്രധാനം. അപ്പടി അന്നേക്ക് തീരുമാനിച്ചതാക്കും ജാനുവരി 26 അന്നെങ്കിൽ പബ്ലിക് ഹോളിഡേ ആയിട്ട് അന്ത ദിവസം നമുക്ക് ഇങ്ങനെ കോവിലിന്റെ ശാസ്ത്രജ്ഞ വെച്ചുപുറം ഉറവാൾക്ക് എല്ലാം അന്നദാനം കൊടുക്കില്ല. എല്ലാവർക്കും ആർക്കും അന്നേക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് എടുക്കാതെ അപ്പം അന്നദാനത്തിനുള്ള പ്രാധാന്യത്തിനും കൂടി വെച്ചിട്ടുണ്ടാക്കും. ജാനുവരി ഇപ്പൊ ആൾക്കാർക്ക് കൺഫ്യൂഷനും ഇല്ല. ഇന്ന ശനിക്കിഴമ അടുത്ത ശനിക്കിഴമ എന്ന പ്രോബ്ലം ഇല്ലേ. ജാനുവരി 26 എന്നുള്ള ഫിക്സഡ് ഡേറ്റ് അന്നേക്ക് തീരുമാനിച്ചാക്കും. കൃഷ്ണമൂർത്തി ഹോമാവും വേണുമാവ് ശർമാവും കൃഷ്ണയത്തിന് ആത്മാ തീരുമാനിച്ചാക്കും. ഇന്നേക്കും അതേമാതിരി ജാനുവരി 26 കണ്ടിന്യൂ നടന്നിട്ടിருக்கு. ഇന്നത്തെ അന്നദാനവും നമുക്ക് എന്തൊക്കെ ഗണേശൻ താൻ പണിയിരിക്കാൻ അതിനാൽ തന്നെ അവരെ എന്താ മേടയിൽ വെച്ച് കുട്ടികൾ ഓണർ വേണം ചെന്നാൽ നമ്മൾ പട്ടാഭിണ്ണ ഓണർ വേണം. ശരി, താങ്ക് യു.